നാമത്തിന് മഹത്വം. 6ാമത്തെ ക്ലാസ്സാണെന്ന് തോന്നുന്നു. ദൈവം നമ്മളെ വീണ്ടും കൂട്ടിവരുത്തിയ ഈ നല്ല സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രകാലം പാസ്റ്റർ യെശയ്യാവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ പാസ്റ്റേഴ്സിനും എല്ലാ സഹോദരി സഹോദരന്മാർക്കും നിസ്തുലനായ ദൈവത്തിന്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. നമുക്ക് ആദ്യത്തെ വെളിപ്പാട് പുസ്തകത്തിന്റെ 1 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ആഴമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി തുടർന്നുള്ള ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. യെശയ്യാ പാസ്റ്റർ പറഞ്ഞ പോലെ എൻ്റെ ക്ലാസ്സിന് ഞാൻ കൂടെ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ചോദ്യം ചോദിച്ചേ പോകത്തുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ചോദ്യം ചോദിക്കാൻ തക്കൊണ്ടും ബുദ്ധിമുട്ടാണ്. നമുക്ക് ചുരുങ്ങിയ സമയമുള്ളൂ. അതുകൊണ്ട് എക്സാമിനേഷൻ ഇടും എന്നുള്ളത് ഷുവറാണ്. ആ പരീക്ഷ മാർക്ക് ആ പേപ്പർ പരിശോധിക്കുന്നത് യെശയ്യാ പാസ്റ്റർ. ഞാൻ ആൻസർ അദ്ദേഹത്തിന് കൊടുക്കും. അദ്ദേഹം പറയും നമ്മുടെ ഏഞ്ചല് 100 മാർക്ക്, മനോജ് പാസ്റ്റർ 100 മാർക്ക്, ഇങ്ങനെ അദ്ദേഹമാണ് ആ ലിസ്റ്റ് തരുന്നത്. മാർക്ക് മേടിക്കുന്നവർക്ക് നല്ല മാർക്ക് മേടിക്കുന്നു. ഫസ്റ്റും സെക്കൻഡും തേർഡേ ഉള്ളൂ. 3 സമ്മാനം അത് കൊടുക്കുന്നതായിരിക്കും. നല്ല സമ്മാനമായിരിക്കും. അതുകൊണ്ട് വളരെ ഒരുക്കത്തോടെ നിങ്ങൾ പഠിക്കാൻ തക്കോണം ഉത്സാഹിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ അധികം സമയം ദീർഘിപ്പിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം 1 അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും രാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മുടെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആമേൻ. താങ്ക് യു മോളെ. ഇന്ന് റോസമയിലെന്ന് തോന്നുന്നു. അപ്പം ഏഞ്ചല് വായിച്ച് സഹായിക്കും. ഞാൻ വാക്യങ്ങളെല്ലാം 2 പേർക്ക് വായിച്ചു കൊടുത്താണ്. നമ്മൾ വായിച്ചായ ഈ വേദഭാഗം നമ്മൾ നിർത്തിയാണ് പോകുന്നത്. ഈ 1, 2, 3 അധ്യായങ്ങൾ 50 ക്ലാസ്സാണ്. 50 മണിക്കൂറിന്റെ ക്ലാസ്. ഇപ്പം പൂനായിലെ ധൂലിക ടീമില് 50ാമത്തെ ക്ലാസ് തീരാൻ പോവുകയാണ്. മലങ്കര ക്രിസ്ത്യൻ ചർച്ചില് 5-ാം അധ്യായത്തിലേക്ക് കയറി. ഇപ്പൊ ആസ്ട്രേലിയയില് അടുത്ത ആഴ്ച തൊട്ട് ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞാൽ അവർ നിർബന്ധിച്ച് വെളുപ്പിന് ഞാൻ 6:30 എഴുന്നേറ്റ് ക്ലാസ് എടുക്കും. എല്ലാം കൂടെ ആഴ്ചയിൽ ഒരു 10 ക്ലാസ്സുകൾ കൂടുതൽ എടുക്കുന്നുണ്ട്. മഹത്വമുള്ള സുവിശേഷം ചെയ്യത്തക്ക നിലയിൽ ഈ കോവിഡ് വന്നതിന് ശേഷം സുവിശേഷ പ്രവർത്തനങ്ങളെ തകർക്കാൻ സാത്താൻ നോക്കിയപ്പോൾ കുറച്ചുകൂടി വിശാലമായി സുവിശേഷം പ്രചരിപ്പാൻ ദൈവം ഇടയാക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കൾ ശ്രദ്ധയോടെ ഇരിക്കുക. ഞാൻ ശാന്തമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് കഴിഞ്ഞിട്ട് ഇടയ്ക്കാരും ചോദിക്കരുത്. ക്ലാസ് കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും സംശയം അത്യാവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കാം. അല്ലെങ്കിൽ എൻ്റെ ടെലിഫോൺ നമ്പർ പരസ്യപ്പെടുത്തിയിരിക്കുന്ന നമ്പറാണ്. ഏത് സമയം വിളിച്ചാലും കിട്ടും. ഞാൻ ഒരു ക്ലാസ്സിലല്ലെങ്കിൽ ഫോൺ എടുക്കും, അല്ലെങ്കിൽ തിരിച്ചു നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, നിങ്ങളുടെ സങ്കടങ്ങൾ പറയാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇവിടെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഞാൻ പഴയ വിഷയത്തിൽ കടക്കുന്നില്ല. 4-ാം അധ്യായത്തിൽ യോഹന്നാൻ പറയുന്ന വാചകം, യോഹന്നാൻ ആസിയിലെ 7 സഭകൾക്കും എഴുതുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വാക്യപ്രതി വാക്യമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. യോഹന്നാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ദാനമെന്നാണ്. യോഹന്നാൻ എന്ന പേരിന്റെ അർത്ഥം. യോഹന്നാനെ അറിയപ്പെടുന്നത് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന പേരിനാലാണ്. ബൈബിളിൽ ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, യോഹന്നാൻ എന്ന പേരിനാൽ അറിയപ്പെടുന്ന 3 വ്യക്തികളുണ്ട്. അതിലൊന്ന് സ്നാപക യോഹന്നാൻ ആണ്. കർത്താവായ യേശു ക്രിസ്തുവിന് മുന്നോടിയായി വഴിയൊരുക്കാൻ വന്ന വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. 2ാമത് യോഹന്നാനാണ് അപ്പോസ്തലനായ യോഹന്നാൻ. അദ്ദേഹം അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്നു. അപ്പോസ്തലന്മാരിൽ ഏറ്റവും അവസാനം ജീവിച്ചിരുന്ന വ്യക്തിയും യോഹന്നാനാണ്. അപ്പോസ്തലന്മാരെല്ലാവരും രക്തസാക്ഷികളായിട്ട് മരിച്ചപ്പോൾ സ്വാഭാവിക മരണം സ്വീകരിച്ചത് യോഹന്നാനാണ്. വാർദ്ധക്യം ചെന്ന് മരിച്ചത് യോഹന്നാനാണ്. താന്
പത്മോസിൽ നാട് കടത്തപ്പെട്ടു, നമുക്കതറിയാം. അവിടെ വെച്ചാണ് ഈ വെളിപ്പാടെല്ലാം തനിക്ക് ലഭിച്ചത്. അവിടെ വെച്ച് താൻ കർത്തൃദിവസത്തിലെ ആത്മാവിലായി അതേ വേദനയുടെയും പ്രയാസപ്പെട്ട സന്ദർഭങ്ങളിൽ, ഒറ്റ ആക്കപ്പെട്ട സന്ദർഭങ്ങളിൽ, അതേ അന്നത്തെ ഒരു നാട് കടത്തപ്പെട്ട അനേക ജയിൽ പുള്ളികളെ അങ്ങോട്ട് നാട് കടത്താറുണ്ട്. യോഹന്നാനെയും അങ്ങോട്ട് നാട് കടത്തി താൻ ഏകനായിട്ട് അവിടെ കിടക്കുമ്പോഴാണ് ഈ ദർശനം തനിക്ക് ലഭിക്കുന്നത്. പലപ്പോഴും നമുക്ക് വരുന്ന ഓരോ പരിശോധന ഉണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും എൻ്റെ ജീവിതത്തിൽ പരിശോധന ഉണ്ടായിട്ടുണ്ട്. പരിശോധന, പരീക്ഷ, കഷ്ടത നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. ഇന്നാളൊരു ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു, എന്നെ ദൈവം മറന്നുപോയെന്ന്. അതെന്താന്ന് ചോദിച്ചു. കാരണം എനിക്കിപ്പോൾ ഒരു കഷ്ടതയില്ല. അദ്ദേഹം പ്രവർത്തിച്ചു കഴിഞ്ഞ് നല്ല വീടായി, വാഹനമായി. അത് ഇപ്പൊ എനിക്ക് എന്നെ ദൈവം അങ്ങ് മറന്നെന്നാ പുള്ളി പറയുന്നത്. ചോദിച്ചപ്പോ എനിക്കിപ്പോ ഒരു പനി പോലും വരുന്നില്ല. കാരണം ദൈവം സ്നേഹിക്കുന്ന ഏത് മക്കളെയും ശിക്ഷിക്കുന്നു. എനിക്ക് പരിശോധന ദൈവം തരുന്നില്ല, അതുകൊണ്ട് എന്നെ ദൈവം മറന്നുപോയോ എന്നുള്ള വിചാരത്തിൽ പുള്ളി കർത്താവ് എന്നെ കഷ്ടതയിൽ കൂടെ ഒന്ന് കടത്തിവിടുന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന, അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ട്? അങ്ങനെയുള്ള ഒരു ദേവദാസനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാരണം കഷ്ടത വരുമ്പോഴാണ് കർത്താവുമായിട്ട് കൂടുതൽ അടുക്കാനും പ്രാർത്ഥിപ്പാൻ ഇടയാകുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടത് നന്നായി, ആ കഷ്ടത തീർച്ച നന്നായി. അതുകൊണ്ട് ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന സകല സംഭവങ്ങളും യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി. കാരണം താൻ വിശ്വസ്തനായിരുന്നു. പത്രോസൊക്കെ വീരവാദം മുഴക്കിയിട്ട് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാണ്ട് കൊണ്ടുവന്നപ്പോ അവരൊക്കെ ഓടിപ്പോവായിരുന്നു. എല്ലാരും കൈവിട്ടാലും ഞാൻ ഇടത്തിലെന്ന് പറഞ്ഞ പത്രോസും ലാസറിന്റെ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞപ്പോ തോമസ് പറഞ്ഞു, നമുക്കും അവനോട് മരിപ്പാൻ പോകാന്ന് പറഞ്ഞ വീരവാദം മുഴക്കിയൊരു ഒന്ന് ക്രൂശൻ ചവിട്ടി കാണാനില്ല. പക്ഷെ ക്രൂശന്റെ ചവിട്ടിൽ വന്നത് അപ്പോസ്തലന്മാർ യോഹന്നാൻ മാത്രമായിരുന്നു. താൻ അത്രമാത്രം യേശുവിനെ സ്നേഹിച്ചു. ചില സഹോദരിമാർ നമ്മളെ ആ ക്രൂശന്റെ ചുവട്ടിൽ എല്ലാവരും ഇവർ വന്ന് നിൽക്കുമ്പോൾ എല്ലാവരും ഇവരെ നോക്കുന്നുണ്ട്. എന്തുമാത്രം ആക്ഷേപം സഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ ക്രൂശന്റെ ചുവട്ടിൽ ചെന്നപ്പോഴാണ് ക്രൂശിൽ വെച്ച 7 മൊഴികൾ, എൻ്റെ 16 ദിവസത്തെ ക്ലാസ്സുകളാണ്. ആ 7 മൊഴികൾ ഒന്ന്, താൻ താഴോട്ട് നോക്കിയപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യനും തൻ്റെ മാതാവും വന്ന് ക്രൂശിന്റെ ചുവട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ യോഹന്നാൻ പറഞ്ഞു, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ. മറിയോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. ആ നാഴിക മുതൽ യോഹന്നാൻ യേശുവിന്റെ അമ്മയെ സ്വീകരിച്ചു, വീട്ടിൽ കൊണ്ടുപോയി. കാരണം താൻ ക്രൂശിന്റെ ചുവട്ടിൽ ചെന്നോണ്ട് എനിക്കൊരു ഭാരം കിട്ടിയല്ലോ എന്നുള്ള ആ ചിന്തയിലല്ല. യേശു സ്നേഹിച്ച വിശ്വസ്തനായി ഒരു കൃപാവരം ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ, എല്ലാരെയും ഏൽപ്പിക്കത്തില്ല, കൃപാവരം ഏൽപ്പിക്കുകയാണെങ്കിൽ വിശ്വസ്തനായി നിൽക്കും. കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ നമ്മള് ഇച്ഛാത്തിയൊന്നും കൊടുക്കത്തില്ല. അവർ കിടന്ന് ബഹളം ഉണ്ടാക്കും, തരണേന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കും. കൊടുക്കത്തില്ല. എല്ലാവരുടെയും കൃപാവരം കൊടുക്കാൻ ഒക്കത്തില്ല. എന്നാൽ യോഹന്നാൻ ഇത് കൈകാര്യം ചെയ്യും, തൻ്റെ മാതാവിനെ നോക്കും എന്നുള്ള ഒരു പൂർണ്ണ ഉറപ്പുമാണ് കൊടുത്തത്. ആ നാഴിക മുതൽ ആ ശിഷ്യൻ യേശുവിന്റെ അമ്മയെ കൈക്കൊണ്ടുവന്നാണ് നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നത്. ആ യോഹന്നാനാണ് ഒരു ചുമതല ഏൽപ്പിച്ചാൽ ആ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ കഴിവുള്ള അന്മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ. അപ്പം ഈ വെളിപ്പാട് കണ്ടത് അപ്പോസ്തലന്മാരിൽ ഒരാളെ ആയിരിക്കുന്ന യോഹന്നാനാണ്. വേറൊരു യോഹന്നാനുണ്ട്, മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ. അതേക്കുറിച്ച് നമ്മൾ പഠിക്കണം. അത് ഞാൻ അടുത്ത ആഴ്ചയിലെ ഒരു അല്പസമയം എടുത്ത് ക്ലാസ് എടുക്കാം. മർക്കോസ് എന്ന് മറുപേരുള്ള ഒരു യോഹന്നാനുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയ സന്ദർഭത്തിൽ വെറും ശരീരത്തിന്മേൽ പുതപ്പിട്ടുകൊണ്ടാണ് പോയത്. എന്താകും, യേശുവിനെ കണ്ടുമുട്ടിയ ആളാവും. നിങ്ങൾ മർക്കോസിന് ശേഷം 14 അധ്യായം വായിക്കുമ്പോൾ കാണാം, ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിന്മേൽ പുതപ്പും പറിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. യേശുവിന് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ അതേ താൻ ഭാരപ്പെട്ട മർക്കോസിന് ശേഷം 14 അധ്യായം 51, 52 വാക്യങ്ങളാണ്. ഒരു ബാലിക്കാരൻ വെറും ശരീരത്തിന്മേൽ പുതപ്പും പറിച്ചുകൊണ്ട് കടന്നു ചെന്നു. അവരെന്ത് ചെയ്യുന്നറിയാമോ, ഇവന്റെ പുതപ്പെ കയറി പിടിച്ചു. ഉടനെ അവൻ പുതപ്പിട്ടേച്ച് നഗ്നനായി ഓടിപ്പോയെന്ന് അദ്ദേഹം ആണ് മർക്കോസിന്റെ സുവിശേഷം എഴുതിയത്. അദ്ദേഹത്തിന്റെ പേരവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന് യോഹന്നാൻ എന്നൊരു പേര് കൂടെ ഉണ്ടായിരുന്നു. മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ. അത് അപ്പോസ്തലപ്പെടുത്തി 13 അധ്യായം 14 അധ്യായം അതെ ഫിലോമോന്റെ ലേഖനം, തിമോഥെയോസിന്റെ ലേഖനത്തിലൊക്കെ ഈ മർക്കോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അടുത്ത ആഴ്ച നമുക്ക് ചുരുക്കമായിട്ട് ചിന്തിക്കാം. ഇവിടെ യോഹന്നാൻ ആസിയിലെ 7 സഭകൾക്കും എഴുതുന്നത്.
7 ആസിയിലെ 7 ഈ വെളിപ്പാട് പുസ്തകം 7 എന്നുള്ള വിഷയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകമാണ് 7 എന്ന് പറഞ്ഞാൽ പൂർണ്ണസംഖ്യയെ കാണിക്കുന്നു, പൂർണ്ണതയെ കാണിക്കുന്നു. 7 ക്രൂസിലെ 7 മൊഴികൾ, ഇങ്ങനെയൊക്കെ പല മൊഴികളെ കുറിച്ച് നമ്മൾ വായിക്കുന്നില്ലേ. വെളിപ്പാട് പുസ്തകം 7കളുടെ പുസ്തകം അതിന്റെ പേര് വേദപണ്ഡിതന്മാർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ നോക്കാമെങ്കിൽ 7കൾ എന്നുള്ള പേര് 7നോട് കൂടി ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിന് മറ്റൊരു പേരാണ് വേദപണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്നത് 7കളുടെ പുസ്തകം. കഴിഞ്ഞ ആഴ്ചയില് ഭാഗ്യവാന്മാർ എന്നുള്ള വിഷയം 7 ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഭാഗ്യവാന്മാർ, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്ന് 3ാമത്തെ വാക്യത്തിലിരിക്കുന്നു. അതിനോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 7 ഭാഗ്യവാന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ ചില 7കളാണ് ഈ ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിൽ 7 പ്രാവശ്യം കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 7 പ്രാവശ്യം. മോളെ ഒന്ന് വായിച്ച് അതിന്റെ 1-ാം അധ്യായം 7-ാം വാക്യം. 1-ന്റെ 7. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. അവിടെയും കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്നു. ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു. 3-ാം അധ്യായം 3-ാം വാക്യം. 3-ന്റെ 3. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. 2-ാം പ്രാവശ്യം വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാൻ കള്ളനെ പോലെ വരും. കള്ളനായിട്ട് വരുമെന്നല്ല, കള്ളനെ പോലെ വരും. എന്തിനാ കള്ളനെ പോലെ വരുന്നത്? പൊട്ടിയ ചട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകാനാണ് വരുന്നത്? അല്ല, ആ ഭവനത്തിലെ ഏറ്റവും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നിക്ഷേപങ്ങൾ അത് കുത്തി തുറന്നെടുത്തുകൊണ്ട് പോകാനാണ് കള്ളൻ വരുന്നത്. കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിന്റെ നിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞത്. ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലെ എന്റെ വിലയേറിയ സമ്പത്താകും. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ഒരു സമ്പത്താണ്. കർത്താവ് പറഞ്ഞല്ലോ മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ, നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിന്റെ മനസ്സും ഇരിക്കും. അപ്പൊ നമ്മളിപ്പോ ആറ്റവും ഇരിക്കുമ്പോൾ തന്നെ ചിന്തിക്കുന്നില്ല, അലമാരിക്കകത്തൊരു 15,000 1 ലക്ഷം രൂപ എടുത്ത് വെച്ചിട്ടുള്ള ആൾക്കാരില്ലേ. അപ്പൊ അത് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അതിലേക്ക്. അല്ലെങ്കിൽ സ്വർണ്ണാഭരണം, ഞാൻ ഈ ജഗദൽപൂരിൽ നിന്ന് ജഗദൽപൂർ എന്ന് പറഞ്ഞ മധ്യപ്രദേശിൽ എന്നെ ട്രാൻസ്ഫർ ആക്കി ബംഗാളിലേക്ക് അയച്ച്. അപ്പൊ ഞാൻ ജഗദൽപൂരിൽ അന്ന് 1970 കാര്യമാണ്. അപ്പൊ അവിടെ ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ നടത്താൻ എനിക്ക് സൗകര്യങ്ങൾ ലഭിച്ചു. പല സ്ഥലങ്ങളിൽ വേല ആരംഭിച്ചു. അപ്പൊ കൽക്കട്ടയിലേക്ക് എന്നെ അയക്കുകയാണ്. കൽക്കട്ട ദുർഗാപുരി ഏറിയാലേ പോകുന്ന വഴിക്ക് എനിക്ക് ഒരുപാട് പേര് സ്വോത്രാഴ്ചയൊക്കെ തന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു നല്ല യാത്രയൊക്കെ കിട്ടി പോകുമ്പോൾ റായ്പൂരിൽ നിന്ന് ട്രെയിനെ കയറി ബിലാസ്പൂരിലൊക്കെ കള്ളന്മാരും കൊള്ളക്കാരുമുള്ള കാലഘട്ടമാണ്. അപ്പൊ ഞാൻ എൻ്റെ പെട്ടിയൊക്കെ മുകളിലിരിക്കുകയാണ്. എൻ്റെ ഈ പൈസ ഒക്കെ ഇരിക്കുന്ന ആ ബാഗും അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു വച്ചിട്ട് എൻ്റെ ആ ദിവസങ്ങളിലെ യാത്ര കൊണ്ട് ഞാനൊന്ന് ഉറങ്ങി. അപ്പൊ ഇടയ്ക്കൊക്കെ ഒന്ന് ഉറക്കം തൊണ്ടുമ്പോ എൻ്റെ മുകളിൽ തപ്പി നോക്കി, ഇങ്ങനെ എൻ്റെ പെട്ടി എവിടെ ഇരിപ്പുണ്ടോ. ഞാൻ കരകപ്പൂരില് ചെന്ന് കഴിഞ്ഞ കരകപ്പൂരിന് മുമ്പ് ഞാൻ നോക്കിയ സന്ദർഭത്തില് എൻ്റെ പെട്ടി എൻ്റെ ബാഗ് കൊണ്ട് പോയി. എനിക്ക് സ്വോത്രാഴ്ചയും പോയി. പോക്കറ്റിൽ കിടക്കുന്ന ഏതാണ്ട് അല്പം 15 രൂപ മറ്റോ മാത്രമേ ഉള്ളൂ. എൻ്റെ തുണി ഇട്ടിരിക്കുന്ന വസ്ത്രം മുഴുവൻ, ഇട്ടിരിക്കുന്ന ആ പാന്റ് ഷർട്ടും അല്ലാതെ എല്ലാം പോയി. കുറെ പുസ്തകങ്ങൾ മാത്രം അവിടെ ഒരു പെട്ടി ഇരിപ്പുണ്ട്. ആ കരപ്പൂരിലേക്ക് ഇറങ്ങിപ്പോ അതാ ഞാൻ പറഞ്ഞത്, ഇടയ്ക്ക് തപ്പി നോക്കുക. അപ്പൊ കള്ളന്മാർക്ക് മനസ്സിലായി ഇതേല വലിയ പെട്ടിയല്ല നോക്കുന്നത്, നമ്മുടെ ഈ പൈസ ഇരിക്കുന്ന പെട്ടിയല്ല നോക്കുന്നത്. നിന്റെ നിക്ഷേപം ഇരിക്കുന്നത് നിന്റെ മനസ്സും ഇരിക്കും. അപ്പൊ നമ്മള് ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, നിങ്ങൾ എന്റെ വിലയേറിയ സമ്പത്താണ്. അപ്പം വിലയേറിയ സമ്പത്താകുന്ന നമ്മുടെ മേൽ കർത്താവിന്റെ ദൃഷ്ടി എപ്പോഴും ഇരിക്കുക. ദൃഷ്ടി ഞാൻ കള്ളനെ പോലെ വരും. എന്തിനാ? ഈ നിക്ഷേപം കൊണ്ടുവരാനാ വരുന്നത്. പ്രൈസലോ, നമ്മൾ വായിക്കുന്നില്ല, നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നു. 3-ാമത് പറഞ്ഞിരിക്കുന്ന 3-ാം അധ്യായം 11-ാം വാക്യം പഴയ വായിച്ച്. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. നോക്കണമേ, ഈ വരുന്നു എന്ന് പറയുന്നതിന് ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. ഇതെല്ലാം കർത്താവ് പറയുന്ന.
ഇതാ ഞാൻ വരുന്നു, വേഗം വരുന്നു, നിന്റെ കിരീടം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്ക് ദൈവം ഓരോ പ്രതിഫലങ്ങൾ വെച്ചിട്ടുണ്ട്. അത് അന്യന്റെ കയ്യിലായി പോകേണ്ടവരുത്. ഈ സ്റ്റാർട്ട് ചക്രവർത്തിയുടെ കാലത്ത് ഈ ഞാൻ ഇടയ്ക്ക് ഈ സംഭവങ്ങളൊക്കെ പറയുന്നതിന്റെ ഉദ്ദേശം നിങ്ങളൊന്ന് നമ്മളെപ്പോലുള്ള ആൾക്കാർ അനുഭവിച്ച കഷ്ടതയൊന്ന് അറിയണം. സ്റ്റാർട്ട് ചക്രവർത്തിയുടെ കാലത്ത് വലിയ മതപീഠം ഉണ്ടായി. 40 ക്രിസ്ത്യാനികളെ പിടിച്ച് അതേ ക്രിസ്ത്യാനികളെ പിടിച്ചോണ്ട് വന്നിരിക്കുക. അവരെ ഐസ് നദിയിലിട്ട് കൊല്ലാൻ പോവാ. ഭയങ്കര തണുപ്പുള്ള ആ നദി ഇപ്പോൾ അങ്ങ് ഐസ്, നയാഗ്രായിൽ വെള്ളച്ചാട്ടമൊക്കെ തണുപ്പ് കാലത്ത് അങ്ങ് ഐസ് കെട്ടയോ എന്ന് പറഞ്ഞ പോലെ അതിന്റെ അകത്തിട്ട് കൊല്ലാൻ പോവാ. അപ്പൊ ഇങ്ങനെ കൊല്ലാണ്ട് ഓരോരുത്തരെ കൊണ്ട് വഴിയായിട്ട് നിർത്തിയപ്പോ ഓരോരുത്തരും സ്റ്റാർട്ട് ചക്രവർത്തി അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും ഗുണദോഷിക്കുന്നുണ്ട്. നിങ്ങൾ യേശുവിന് ഒരു വാക്ക് തള്ളി പറയാമെങ്കിൽ നിങ്ങളെ ഈ നദിയിൽ നിന്ന് വിടിവിക്കാം. ഒറ്റ വാക്ക് തള്ളി പറഞ്ഞാൽ മതി, ഞാൻ യേശുവിനെ എനിക്ക് വേണ്ടാന്ന്. അപ്പൊ 39 പേരും പറഞ്ഞു ഞങ്ങൾ തള്ളി പറയത്തില്ലെന്ന് പറഞ്ഞു. അവരെ ഈ നദിയിലേക്ക് തള്ളിയിട്ട് അവരിങ്ങനെ ചാകാതെ ചത്തുകൊണ്ടിരിക്കുക. 40ാമത്തെ ആളും വന്നു. അവൻ നോക്കിയപ്പോ 39 പേരും കിടന്ന് പെടുകയാണ്. 40ാമത്തെ ആൾ പറഞ്ഞു ഞാൻ യേശുവിനെ കൈവിട്ടിരിക്കുന്നു പറഞ്ഞു. അപ്പൊ നീ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരുന്ന, ഇതിലേക്ക് ഇവരെ നയിച്ചുകൊണ്ടിരുന്ന ഇതിന്റെ സെക്രട്ടറി അവന് പറഞ്ഞു ഞാൻ മരിച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ ചക്രവർത്തി ചോദിച്ചു എന്താ അതിന്റെ കാരണം? ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഈ 39 പേരുടെയും തലയിലോട്ട് ഓരോ കിരീടം വന്ന് വീഴുന്ന ഞാൻ കണ്ടു. 40ാമത്തെ ആൾ പറഞ്ഞു ഞാൻ യേശുവിനെ തള്ളി പറയുമെന്ന് പറഞ്ഞപ്പോൾ ഒരു കിരീടം ഇറങ്ങി വന്നാണ്. ആ കിരീടം അതുപോലെ കയറിപ്പോയി. ആ കിരീടം എനിക്ക് വേണം. അദ്ദേഹം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അദ്ദേഹം ആ നദിയിലേക്ക് ചാടി മരിച്ചു. ഞാൻ പറഞ്ഞു എന്തൊരു താല്പര്യം അറിയാം, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് മുറുകെ പിടിച്ചോളുക. ഇതാ ഞാൻ വേഗം വരുന്നു. നമുക്ക് എപ്പോഴും അത് ഓർമ്മയുണ്ടായിരിക്കണം ദൈവമക്കളെ. ഇത്രയും നാൾ നമ്മൾ ഓടി അധ്വാനിച്ചു ആരാധിച്ചു, അവസാനം നമ്മൾ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ തള്ളപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നരകത്തിൽ ചെന്നാൽ അവിടെ ഇട്ടേക്കില്ല. അതുകൊണ്ട് ഓർത്തോണം. ഇത്രയും നാളും കൈയടിച്ച് പാടി അന്വേഷണമൊക്കെ പറഞ്ഞിട്ട് അവസാനം നരകത്തിലാവുന്നെങ്കിലുണ്ടല്ലോ, അവിടെ ചെന്ന് നമ്മളെ അറിയാവുന്ന കുറെ ആൾക്കാരവിടെ വന്നിട്ടുണ്ട്. നീ ഞങ്ങളോടൊക്കെ ചോദിച്ചാൽ പറയുന്നത് നീ ഇവിടെ വന്ന് വീണെന്ന് ചോദിച്ചാൽ അവരൊക്കെ നമ്മളിട്ട് അവരിട്ട് പൊതിനെ ഇടിക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ തക്കണം, അക്കരെ കയറാൻ തക്കണം, നമുക്ക് വെച്ചിരിക്കുന്ന പ്രതിഫലം പ്രാപിപ്പാൻ തക്കണം നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരെടുക്കാരിപ്പാൻ നിനക്കുള്ള 4ാമത് 16:15 16. തന്റെ ലജ്ജ കാൺമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവിടെ ഞാൻ വരുന്നു ഉള്ള വാക്കില്ലയോ? ഞാൻ വരുന്നു, ഞാൻ കള്ളനെ പോലെ വരും. അത് വായിക്കണം, അതാ വായിക്കേണ്ടത്. ഞാൻ കള്ളനെ പോലെ വരും, അതാ നമ്മുടെ വിഷയം. ഞാൻ കള്ളനെ പോലെ വരും. ചിലത് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായിത്തീരും? സ്വത്രം ഒരു വാക്ക് വിട്ടു കഴിഞ്ഞാലേ എഞ്ചൽ മോൾ നന്നായിട്ടാണ് വായിക്കുന്നത്, ഒരു കൃപയോടുകൂടിയാണ് വായിക്കുന്നത്. അഭിഷേകം ഉള്ളത് കൊണ്ടാക്കും കുഞ്ഞങ്ങനെ വായിക്കുന്നത്. അല്ലെങ്കിൽ ഈ ജോലിയുടെ തിരക്കിലും ഓടി വന്ന് ഇതെല്ലാം എടുത്തിങ്ങനെ വായിക്കാന്ന് പറഞ്ഞാൽ ദൈവകൃപ ഉണ്ടെങ്കിൽ മാത്രമേ, ആ ഉത്സാഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഒരു വാക്ക് വിട്ടാൽ ഒരു ദീർഘം കൂടി പോയാലോ. ഒരിക്കല് വായിച്ചു, ഈ യജമാനെ നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്, നല്ല വിത്ത് വിതച്ചു. പിന്നെ ഈ കളകൾ എങ്ങനെ വന്നു എന്നാണ് വിഷയം. ഞാൻ എന്റെ ബൈബിൾ ക്ലാസ്സിൽ ഒരു സഹോദരി വായിച്ചതാണ്. പിന്നെ ഈ കാളകൾ എങ്ങനെ വന്നു, ഒരു ദീർഘം കൂടി പോയപ്പോഴേ സംഭവിച്ചു കണ്ടോ, ഈ കാളകളെല്ലാം കൂടി എങ്ങനെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ കള്ളനെ പോലെ വരും എന്നുള്ളതാണ്. അല്ലേ മോളെ? ഞാൻ കള്ളനെ പോലെ വരും. ഇതാ വായിച്ച മോളെ എന്നൂടെ. ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ. നിർത്തി വെച്ചേ, തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യം. കർത്താവ് പറയാണ് എല്ലാം വാണിങ്ങുന്നുണ്ട് കേട്ടോ. നമ്മുടെ കർത്താവ് മുന്നറിയിക്കാതെ ഒരൊറ്റ കാര്യം പോലും ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. എല്ലാം മുന്നറിയിക്കുന്നതാ. ഞാൻ കള്ളനെ പോലെ വരും. അതുകൊണ്ട് നിങ്ങളുടെ ഉടുപ്പ് നിങ്ങൾ സൂക്ഷിക്കണം. നമ്മുടെ ഉടുപ്പിന്മേൽ പൊടി പറ്റാതെ സൂക്ഷിക്കണം. നമ്മുടെ നഗ്നത വെളിപ്പെടുവാൻ തക്കണം ഇവിടെ പറയരുത്. നമ്മുടെ ലജ്ജ നമ്മൾ മറച്ച് സൂക്ഷിക്കണം. ജീവിതം സൂക്ഷിക്കണം എന്ന് അതിന്റെ അർത്ഥം. ഇനി അടുത്തത് 22-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ 22-ാം അധ്യായത്തിൽ തന്നെ 3 പ്രാവശ്യം
ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഏഴാം വാക്യം ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ വചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം പോകുന്നല്ലോ. 22:12 വായിച്ചേ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തര് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഓരോന്നും കർത്താവ് ഓർപ്പിക്കുകയാണ്. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഓരോരുത്തരും പ്രതിഫലം കൊടുക്കാൻ തക്കവണ്ണം എന്റെ പക്കലുണ്ട്. ഇനി അവസാനമായി 22:20 ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. ഈ ബൈബിൾ അവസാനിപ്പിച്ചിരിക്കുന്ന തന്നെ ഇതാ ഞാൻ വേഗം വരും. ഞാൻ പറഞ്ഞു വന്നത് വെളിപ്പാട് പുസ്തകം 7കളുടെ പുസ്തകമാണ്. 7 പ്രാവശ്യം ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു, 7 പ്രാവശ്യം ഞാൻ വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി കൂടാതെ വിവിധ 7കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വെളിപ്പാട് പുസ്തകം ഞാൻ അങ്ങ് പറഞ്ഞു വിടുകയാണ്, വായിക്കേണ്ട. അത് ഞാൻ കഴിച്ചു കൊടുത്തിട്ടില്ല. 1-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 7 നിലവിളക്കുകൾ. 1-ാം അധ്യായം 20-ാമത്തെ വാക്യം തന്നെ 7 നക്ഷത്രം. 7കളുടെ പുസ്തകം എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം. 1-20 തന്നെ 7 നിലവിളക്കുകള്, 7 നക്ഷത്രം. 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ 7 മുദ്രകൾ. 4-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ 7 ആൺമാക്കൾ. 5-ാം അധ്യായം 6-ാമത്തെ വാക്യം 7 കൊമ്പുകൾ. 8-ാം അധ്യായം 2-ാമത്തെ വാക്യം 7 കാകളങ്ങൾ. 15-ാം അധ്യായം 7-ാമത്തെ വാക്യം 7 ക്രോധ കലശങ്ങൾ. 10-ാം അധ്യായം 3-4 വാക്യങ്ങൾ 7 ഇടികൾ. 12-ാം അധ്യായം 3-ാമത്തെ വാക്യം 7 തലകളുള്ള സർപ്പം. 7 തലകളുള്ള സർപ്പം. 13-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ 7 തലകളുള്ള മൃഗം. 7 തലകളുള്ള മൃഗം. 17-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ 7 മലകൾ. 7 മലകൾ. ഞാൻ ഇത് ഇത്രയും പറയാൻ കാരണം 7 എന്ന സംഖ്യ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഇവിടെ യോഹന്നാൻ പറയാണ്, ഞാനൊരു പുസ്തകം അടിക്കാൻ തക്കണം എഴുതി വെച്ച നോട്ടുകളാണ് ഇത്. പ്രൈസലോ. യോഹന്നാൻ ആസിയിലെ 7 സഭകൾക്കും എഴുതുന്നത്. ഇനി 7 സഭകൾ. ഞാൻ ഈ 7കളെ കൊണ്ട് നിറഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞല്ലോ, പുസ്തകം എന്ന് പറഞ്ഞല്ലോ. 7 സഭകൾ. ഇവിടെ പറഞ്ഞിരിക്കുന്ന 7 സഭകൾ ഏതൊക്കെയാണ്? എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക. 7 സഭകൾ. 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ആ സഭകളുടെ പേര് പറയുന്നുണ്ട്. ഇത് എവിടാന്ന് ചോദിച്ചാൽ ആസിയ. അത് ഇംഗ്ലീഷിൽ ഏഷ്യ എന്നായിരിക്കും. ഏഷ്യ ഭൂഖണ്ഡമല്ല, ഏഷ്യ മൈനർ എന്ന് പറഞ്ഞാൽ അന്ന് റോമാക്കാരുടെ അധീനത്തിൽ കിടന്ന പ്രദേശമായത്. അതാണ് ഇന്നത്തെ തുർക്കി. തുർക്കി രാജ്യം അറിയാമല്ലോ. 300 മൈൽ നീളവും 150 മൈൽ വീതിയുള്ളൂ തുർക്കി രാജ്യത്ത്. ആ തുർക്കി രാജ്യത്ത് ഇന്നത് മുസ്ലിം ഭരണമാണ് ഇന്നവിടെ. ക്രിസ്ത്യാനി ഇഷ്ടം പോലെ ഉണ്ട്. അവരെല്ലാം ഒതുക്കി ഇല്ലാതാക്കാൻ തക്കണം. ലോകത്തിൽ എവിടെയും ക്രിസ്ത്യാനികളുണ്ട്. ഈ സൗദി അറേബ്യയൊക്കെ ഒരു കാലത്ത് ഒരു ക്രിസ്ത്യ രാജ്യം പോലായിരുന്നു. എന്നാൽ അന്നത്തെ ചക്രവർത്തിമാരുടെ ഒക്കെ ഭരണം കൊണ്ട് മുസ്ലിം അവർ പ്രാബല്യം പ്രാപിച്ചു വന്നപ്പോൾ എല്ലാ ക്രിസ്ത്യാനികളെയും അന്ന് കൊന്നുകളഞ്ഞു. ധാരാളം ക്രിസ്ത്യാനികൾ. മറിക്കാൻ താല്പര്യമില്ലാത്തവര് അവര് മുസ്ലിമിലേക്ക് ചേർന്നു. ഞാൻ സൗദി അറേബ്യയിൽ പോയി മുസ്ലിമുകളുടെ യോഗത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അവിടെ ക്രിസ്ത്യാനികളുണ്ട്. മുസ്ലിങ്ങളുടെ യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് സൗദി അറേബ്യയില് വലിയ സ്വാതന്ത്ര്യം കൊടുത്തു. ഇപ്പം വന്നിരിക്കുന്ന ഭരണാധികാരി പഴയ അവസ്ഥകളെല്ലാം മാറ്റി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. അദ്ദേഹം ഇവിടെ അമേരിക്ക വന്ന് പഠിച്ച് ഇവിടെ ഡിഗ്രി എടുത്ത ആളാണ്. അദ്ദേഹം ചരിത്രങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം ഇപ്പോഴത്തെ അവിടുത്തെ ഭരണാധികാരി ഈ മുഹമ്മദ് നബി എന്തൊക്കെ ചെയ്തെന്നുള്ളതെല്ലാം ഇവിടുന്ന് അമേരിക്കൻ സായിപ്പാർ നല്ലോണം പഠിപ്പിച്ച് തെളിവ് സഹിതം കാണിച്ചു വിട്ട ഒരു വ്യക്തിയാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് വലിയ സ്വാതന്ത്ര്യമാണ്. ചെയ്സ് ജോസഫ് എന്ന് പറഞ്ഞ പാസ്റ്റർ പരസ്യമായിട്ട് അവിടെ പബ്ലിക് കൺവെൻഷൻ ഡമാം എന്ന് പറയുന്ന സ്ഥലത്ത്
നടത്താനിടയായി. ഞാൻ 1987 അത് പോയപ്പോൾ ബൈബിള് പച്ചക്കറി ബാഗിൻ്റെ അകത്തിട്ടുണ്ടായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. പിടിക്കുമായിരുന്നു. അത്രമാത്രം എതിർപ്പായിരുന്നു. രഹസ്യമായി ഒരുപാട് പേർ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പൊ സ്വാതന്ത്ര്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടെയൊക്കെ ക്രിസ്ത്യാനികളായിരുന്നു. തുർക്കി, അവിടെയാണ് ഈ സഭകളെല്ലാം. തുർക്കി രാജ്യത്താണ് 7 സഭകൾ. ഈ 7 സഭകൾ മാത്രമല്ല, കുറഞ്ഞത് പ്രധാനമായി 10 സഭകളെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ത്രോവാസ് എന്ന് പറയുന്നത് തുർക്കിയിലാണ്. ഹിയറപ്പോലിസ് തുർക്കിയിലാണ്. മിലേത്യ എന്ന് പറയുന്ന സ്ഥലം തുർക്കിയിലാണ്. ഗലാത്യ സഭകളെല്ലാം തുർക്കിയിലാണ്. കൊലോസ്യ സഭ തുർക്കിയിലാണ്. കൊലോസ്യ ലേഖനം നമുക്ക് വായിക്കുന്നില്ലേ? ഇതെല്ലാം തുർക്കിയിൽപ്പെട്ടതാണ്. നിങ്ങൾ ഇത്ര ഒരു ജനറൽ നോളജ് അറിഞ്ഞിരിക്കണം. എന്നാൽ ഈ 7 സഭകളെ മാത്രം തിരഞ്ഞെടുക്കാൻ കാരണം, ഈ ത്രോവാസിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ത്രോവാസ് ആ തുർക്കിയിലാണ്. കൊലോസിയ ലേഖനത്തിൽ കൊലോസ്യ സഭയെ കുറിച്ച് പറയുന്നുണ്ട്. 4-ാം അധ്യായം 1-ാം വാക്യം 13-ാമത്തെ വാക്യം. കൊലോസ്യ സഭയെ കുറിച്ച് ആ തുർക്കിയിലുള്ള സ്ഥലമാണ്. കൊലോസിയ, ലവോദിക്ക ഇതെല്ലാം. മിലേത്തൂസ് എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 20-17 അതും തുർക്കിയിലുള്ള സ്ഥലമാണ്. ഹിയറപ്പോലിസ്, ഇങ്ങനെ അനേക സഭകൾ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ 7 എന്ന് പറയുന്ന ഈ സംഖ്യ ഉണ്ടല്ലോ, 7 എന്ന് പറയുന്ന സംഖ്യ 54 പ്രാവശ്യം വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തി. നിങ്ങളാരും ഉറങ്ങില്ല കേട്ടോ. ഉറങ്ങാണെ പറഞ്ഞിട്ടേ ഉറങ്ങാവും. ഞാൻ ഉറങ്ങാൻ പോകാന്ന് പറഞ്ഞിട്ടങ്ങ് ഉറങ്ങിക്കോളാം. അപ്പൊ ഇവിടെ വായിക്കുന്നത് 54 പ്രാവശ്യം 7 എന്ന് പറയുന്ന സംഖ്യ. ഇതൊക്കെ നോട്ട് ചെയ്തോണം. പരീക്ഷയ്ക്ക് വരുന്ന കാര്യം കേട്ടോ. ആരാ സമ്മാനം മേടിക്കാൻ പോകുന്നത്? ഏഞ്ചൽ മോളാണോ? എനിക്കത് അറിയാൻ ആരാണ്. അത് താമസിയാതെ നമുക്ക് എപ്പോഴാ വരുന്ന അറിയത്തില്ല. എല്ലാവരും അതുകൊണ്ട് ഒരുക്കത്തിലായിരിക്കണം. 7 എന്നുള്ള സംഖ്യ 54 പ്രാവശ്യം. ഈ 7 അനേക ഗലാത്യ സഭകള്. ഗലാത്യയിൽ ഒരു സഭ മാത്രമല്ലായിരുന്നു. ആ ഗലാത്യ പ്രദേശങ്ങളിൽ പല സഭ ഉണ്ടായിരുന്നു. ഗലാത്യ സഭകളെന്ന് നമുക്ക് അതേ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ഗലാത്യ സഭകളെ കൊലോസിയ, ഹിയറപ്പോലിസ്, മിലേത്യ, ത്രോവാസ്, ഈ സഭകളൊക്കെ അവിടെ ഉള്ളപ്പോൾ ഇതെല്ലാം അപ്പോസ്തലനായ പൗലോസിന്റെ പ്രവർത്തനം കൊണ്ടായ സഭകളാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ താന് കൊർന്നേലിയോസിന്റെ പാഠശാലയിൽ 2 വർഷം വാടകയ്ക്കെടുത്ത് അവിടെ പ്രവർത്തിച്ചു. പിന്നീട് 1 വർഷം കൂടെ താൻ വാടകയ്ക്കെടുത്ത് പ്രവർത്തിച്ചു. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ കാണാം. ആ 3 വർഷക്കാലം താൻ എഫെസോസിൽ ചെന്ന് അവിടാണ് ആദ്യമേ 12 പേര് സ്നാനപ്പെടുന്നത്. അതിനുശേഷമാണ് താൻ ബൈബിൾ ക്ലാസ് ആരംഭിച്ചത്. 3 വർഷം പഠിപ്പിച്ചോടെ. 3 വർഷം പഠിപ്പിച്ചു. തുർക്കി ആസിയയിലുള്ള എല്ലാവരും ദൈവത്തിന്റെ വചനം കേൾക്കാനിടയായി. വലിയ പ്രയാസങ്ങളും പ്രതികൂലവും ഒക്കെ ഉണ്ടായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് അർത്തമീസ് എന്ന് പറയുന്ന ഒരു ദേവിയെ കുറിച്ച് വലിയ തർക്കമൊക്കെ അവിടെ ഉണ്ടായി. തട്ടാൻ വിളിച്ചു പറഞ്ഞു. അത് ഈ ബിംബം തീർക്കുന്ന തട്ടാൻ എല്ലാവരും വിളിച്ചൂട്ടി, എംപ്ലോയീസിനെ എല്ലാം വിളിച്ചൊരു ജനറൽ ബോഡി മീറ്റിംഗ് നടത്തി. പൗലോസ് എന്നവൻ അർത്തമീസ് മഹാദേവി ദേവി അല്ലെന്നും ഒക്കെ പറഞ്ഞ് ഭയങ്കരം ആൾക്കാരെ വിശ്വസിപ്പിച്ച്, എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകം, നമ്മുടെ ജീവിതമാർഗമാണിത്, ഇതുകൊണ്ടാണ് നിങ്ങളുടെ ശമ്പളം എനിക്ക് തരാൻ നോക്കുന്നത്. പക്ഷെ പൗലോസ് എന്ത് ചെയ്യുന്നു? അത് ദേവി അല്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ട് ആസിയിലുള്ളവർ എല്ലാവരും വിശ്വസിക്കുമ്പോൾ നമ്മുടെ ബിസിനസ് തകർന്നു പോകും. ഇത് കേട്ടപ്പോൾ എല്ലാവരും ആർത്ത് വിളിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. 19-ാം അധ്യായത്തിൽ ആർത്ത് വിളിച്ച് ബഹളം ഉണ്ടാക്കി പൗലോസിനെയും മറ്റും പിടിച്ചുകൊണ്ട് വന്നതൊക്കെ നമുക്കറിയാം. അതിൽ അന്നേരമാണ് പട്ടണ മേനവൻ എഴുന്നേറ്റ് ജനത്തെ അടിച്ചമർത്തി പറഞ്ഞ വാചകം. ഗമാലിയിൽ അടിച്ചമർത്തി പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത്? പട്ടണ മേനവൻ പറയാണ്, അർത്തമീസ് മഹാദേവി നിങ്ങൾ ആ ദ്യോവിൽ നിന്ന് വീണവളാകുന്നു. എനിക്ക് അത് അർത്തമീസ് മഹാദേവിയുടെ യോഗ്യതയാണ്. ദ്യോവിൽ നിന്ന് വീണവളാകുന്നു. അതറിയാത്തവരാരാണ്? നമ്മുടെ ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ ഒരു കമ്പനിയിലെ പിന്നെ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ യോഗ്യതയായിട്ട് ചാക്കോച്ചന്റെ ഒരു യോഗ്യത മരത്തേന്ന് വീണതാകുന്നു യോഗ്യത. അതാണോ യോഗ്യത? മരത്തേന്ന് വീണതാണോ യോഗ്യത? ഈ അർത്തമീസ് മഹാദേവി ദ്യോവിൽ നിന്ന് വീണതാകുന്നു. നമ്മുടെ കർത്താവോ വീണതല്ല, നമ്മുടെ കർത്താവ് വന്നതാ. ഇതാ ഞാൻ വരുന്നു. നമ്മുടെ കർത്താവ് മനസ്സോടെ വന്നതാ, അല്ലാത്ത ആരും തട്ടിട്ടതല്ല. ലൂസിഫറിനെ വെട്ടിത്താഴിട്ടതാ. അതാ ഈ പറയുന്നത്. അർണോദിപുത്രനായ ദുഃഖ
നീ എങ്ങനെ വെട്ടെടുത്തതാണെന്ന് പുള്ളി മനസ്സോടെ വന്നല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു താല്പര്യം, ഇതെല്ലാം ഈ തുർക്കിയിലുണ്ടായ ബഹളങ്ങളാണ്. ആ തുർക്കി അവിടെ ഉണ്ടായിരുന്ന 7 സഭകൾ, ആസിയയിലെ 7 സഭകൾ. എന്താണ് ആസിയയിലെ 7 സഭകൾ തെരഞ്ഞെടുക്കാൻ കാരണം? പെന്തക്കോസ്താളിലാണ് സഭ ആരംഭിച്ചത്. സഭയെക്കുറിച്ച് ഒരു വിശദീകരണം പിന്നീട് ഞാൻ തന്നോളാം. വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം. അപ്പൊ പെന്തക്കോസ്താളിലാണ് സഭ ആരംഭിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് വരെ ഇതിന്റെ പണി ഇങ്ങനെ നടന്നു. അല്ലാതെ കർത്താവ് പറഞ്ഞു ഈ പാറമേൽ ഞാൻ സഭയെ പണിയും, പണിതെന്നല്ല പണിയും, പാതാള ഗോപുരങ്ങൾ അത് ജയിക്കില്ല. പെന്തക്കോസ്താളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിൽ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ട്. അപ്പൊ അന്ന് മുതൽ പണി ആരംഭിച്ച ഈ സഭ, ആ പണി ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. സഭ ഇതുവരെ എടുക്കപ്പെട്ടില്ല. കർത്താവിന്റെ വരവ് വരെയുള്ള കാലഘട്ടത്തിൽ 7 പീരീഡിൽ കൂടി സഭ കടന്നു പോകും. ആ 7 പീരീഡുകളിലെ സ്വഭാവത്തെ കാണിക്കുന്നതാണ് 7 സഭകൾ. അതുകൊണ്ടാണ് 7 സഭകളെ മാത്രം തെരഞ്ഞെടുത്തത്. അത് നമ്മൾ 2-3 അധ്യായം പഠിച്ചു പോകുമ്പോൾ വിശദമായി പഠിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. യോഹന്നാൻ ആസിയിലെ 7 സഭകൾക്ക് എഴുതുന്നത് ഈ ഒരു വാക്യങ്ങൾ ഇന്ന് ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ബാക്കി ഭാഗം നമുക്ക് അടുത്തായിട്ട് ചിന്തിക്കാം. ഇത്രയും കാര്യം നിങ്ങൾ ചിന്തിച്ചല്ലോ. ഒന്ന്, 7 കുറിച്ച് അറിഞ്ഞ പുസ്തകം 54 പ്രാവശ്യം 7 എന്നുള്ള പദം ചേർത്തിട്ടുണ്ട്. 7 ഭാഗ്യവാന്മാര്. അതുപോലെ തന്നെ കർത്താവിന്റെ വരവിനെ കുറിച്ച് 7 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. അതുപോലെ 7 കുറിച്ച് പറഞ്ഞ പല ഭാഗങ്ങൾ നമ്മൾ വായിച്ചു. ഇപ്പം യോഹന്നാൻ ആസിയിലെ 7 സഭകൾക്കും എഴുതുന്നത് അടുത്തെന്താണെന്നറിയാമോ? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 3 കൂട്ടം കാര്യങ്ങളാണ്. ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ. യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. വരുന്നവനുമായ അവന്റെ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആന്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മുടെ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം. ഒന്ന്, ഇരിക്കുന്നവർ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിച്ചപ്പോൾ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് പിതാവിന്റെ മടിയിൽ ഇരിക്കുന്നവനായിരുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ മടിയിൽ ഇരിക്കുന്നവനാണ്. ഇവിടെ ഈ 4, 5, 6 വാക്യങ്ങളിൽ തൃത്വം വ്യക്തമായിട്ട് തെളിയിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. തൃത്വത്തെക്കുറിച്ച് അടുത്ത ആഴ്ച ഒരു 15 മിനിറ്റ് ഞാൻ ക്ലാസ് എടുക്കും. തൃത്വത്തെക്കുറിച്ച് എൻ്റെ 1.5 മണിക്കൂർ നേരത്തെ പ്രസംഗം യൂട്യൂബിൽ കിടക്കും. ഇന്നത്തെ തൃത്വത്തെ വന്നസുകാര് എന്നോട് തർക്കിക്കാൻ വന്നിട്ടുണ്ട്. ഞാനും ഒരുപാട് ഏറ്റുമുട്ടിയ ആ പ്രസംഗങ്ങള് ഫേസ്ബുക്കിലും യൂട്യൂബിലും കിടപ്പുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ട് ഞാനത് അയച്ചുതരാം. ഞാൻ പറഞ്ഞു വന്നത് ട്രിനിറ്റിയെ കുറിച്ച്. അത് 1,00,000-ലധികം പേര് കേട്ട ക്ലാസ്സുകളാണ്. കുവൈറ്റിൽ ഡോക്ടർ അനിൽ ജോയ് തോമസ് അതെടുത്ത് മിഡിൽ ഈസ്റ്റ് മിനിസ്ട്രിക്കകത്തിട്ട് അതിനകത്ത് ധാരാളം പേര് അത് കേൾക്കാൻ തക്ക വേണ്ടിയായി തീർന്നു. വന്നസുകാർക്ക് അന്തിമ വാണിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തത് ട്രിനിറ്റിയെ കുറിച്ച്. അന്തിമ 3 പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചിട്ട് അവർക്ക് കൂടെ ഏറ്റില്ല. ഇത് അന്തിമ വാണിംഗ് ആണെന്ന് പറഞ്ഞ് ഞാനൊരു പ്രസംഗം ചെയ്തു. അതിനുശേഷം അവർ എന്റെ പേരൊക്കെ വെച്ച് ഫ്ലയർ അടിച്ചിട്ട് ഞാൻ ദുരുദ്ദേശം പറയുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് ഫ്ലയറൊക്കെ അടിച്ചു. അതൊക്കെ എന്റെ കയ്യിൽപ്പെട്ടു. എന്താ യഥാർത്ഥ സത്യ കാര്യം വെളിപ്പെടുത്തിയപ്പോൾ അവർക്ക് അടങ്ങിയിരിക്കാതെ അവർക്ക് എന്നോട് തർക്കിക്കാൻ ഒത്തില്ല. അതുപോലെ അക്കപ്രതിവാക്യമായിട്ട് അത് ഞാൻ അടുത്ത ആഴ്ച ട്രിനിറ്റിയെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഇന്ന് പലർക്കും തൃത്വം എന്താന്ന് പറഞ്ഞാൽ അറിയത്തില്ല. നമ്മളത് അറിഞ്ഞിരിക്കണം. ഈ വെളിപ്പാട് പുസ്തകത്തിൽ പിതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പുത്രനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അത് കാണുവാൻ തക്കടിയാச்சு. നമ്മൾ പഠിക്കുമ്പോൾ അടുക്കായിട്ട് പഠിച്ച് ഉപദേശങ്ങൾ പഠിച്ചു വേണം നമുക്ക് മുൻപോട്ട് പോകാൻ. ഇന്ന് നമുക്ക് ഈ ഭാഗം ഒന്ന് ചിന്തിക്കാം. നമ്മുടെ കർത്താവായ യേശു ഭൂമിയിൽ വരുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല, അവന്റെ മടിയിൽ ഇരിക്കുന്ന
ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് ഈ ലോകത്തിൽ വരുമ്പോൾ പിതാവിന്റെ മടിയിലിരിക്കുന്നവനായിരുന്നു. പ്രൈസ് ദി. ആ മടിയിലിരിക്കുന്ന കർത്താവ് ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട്, ഒരു മിഷൻ ഏറ്റെടുത്തുകൊണ്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നു, ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും? യെശയ്യാ പറഞ്ഞു, എന്നെ അയക്കണമേ, ഞാൻ പോകാം എന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞ പോലെ മാനവജാതി പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവമായ കർത്താവ് അവിടേക്ക് കടന്നു ചെന്നപ്പോൾ അവർ ഒളിച്ചിരിക്കുകയായിരുന്നു. ആദാമേ എന്ന് വിളിച്ചപ്പോൾ, നീ എവിടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഞാൻ നിന്നെ ആക്കിയ സ്ഥാനത്തുണ്ടായിരുന്നു എന്നാ. ഞാൻ എന്റെ ചെറിയ പ്രായത്തില് ആദാമേ നീ എവിടെ എന്ന് ചോദിച്ചപ്പോഴേ, ഞാൻ എന്റെ കൊച്ചിലെ പ്രാർത്ഥി മനസ്സിലാക്കിയിരുന്നത്, ദൈവം ഏദൻ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടന്ന് ആദാമിനെ തിരക്കി നടന്ന് വൈകുന്നേരം നടന്നു ക്ഷീണിച്ചു പോയപ്പം, എടാ ആദാമേ നീ എവിടാന്നൊക്കെ പറ. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിരുന്നേ. പിന്നീട് എനിക്ക് മനസ്സിലാക്കിയത്, നീ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ നിന്നെ ആക്കിയ സ്ഥാനത്ത് നീ ഉണ്ടോന്നാ അതിന്റെ അർത്ഥം. എന്നാ അതേ ചോദ്യം ദൈവമക്കളോട് ചോദിക്കുന്നു. പൈതലേ, നമ്മളെ സ്വർഗീയ വിളിയാൽ വിളിച്ച് വേർതിരിച്ചല്ലേ? എന്നാ ആ ശബ്ദം ഏദൻ തോട്ടത്തിൽ മുഴങ്ങി അതേ ശബ്ദം മുഴങ്ങുന്നു. നീ എവിടെ? ഞാൻ നിന്നെ ആക്കിയ സ്ഥാനത്ത്. ഉറപ്പുള്ള പാറമേൽ നിർത്തിയില്ലേ? ഇപ്പോഴും നീ അവിടെ തന്നെയാണോ നിൽക്കുന്നത്? അവിടെ ഉണ്ടോ? ആ ഏദൻ തോട്ടത്തിൽ മുഴങ്ങിയ ശബ്ദം ഇന്ന് വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ മുഴങ്ങുന്നു. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക, നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. ക്രമീകരിക്കാണ്ടെങ്കിൽ ക്രമീകരിക്കുക. ദൈവത്തിന് സ്വന്തം. ആദാമിനെ ഹവ്വായെ ഏദൻ തോട്ടത്തിനെ ഇറക്കി വിട്ടതുണ്ടല്ലോ, ദൈവത്തിന്റെ സ്നേഹം കൊണ്ടാണ്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ദൈവം എന്തൊരു ക്രൂരനാ, ഒരു പഴം പറിച്ചതിന്റെ പേരില് തോട്ടത്തിനെ ഇറക്കി വിടുക. ഒരു പഴം പറിച്ചതിന്റെ പേര് അതാണ് അതുകൊണ്ടാണ് ഇറക്കി വിട്ടത്. കൽപ്പന ലംഘിച്ചു, അത് ശരിയാണ്. അതേ, അത് ഞാൻ തൃത്വത്തെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാം. കൽപ്പന ലംഘിച്ചപ്പോ അവർ പാപം ചെയ്തു, ദൈവദേശം ഇല്ലാത്തവരായിട്ട്. എന്നാൽ ഇറക്കി വിടാനുള്ള കാരണം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചെന്ന് എന്നേക്ക് ജീവിപ്പാൻ സംഗതി വരുത്, അതുകൊണ്ട് ഇറക്കി വിട്ടത്. ഇനി അവിടെ നിന്ന് ഇവൻ പാപം ജീവനിലായി, നഗ്നനായി. അതേ ജീവനിൽ ഇരുന്നുകൊണ്ട് ഈ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു നിന്നാൽ എന്നേക്കും ജീവിക്കും. പിന്നെ അവനെ വീണ്ടെടുക്കാൻ തക്കണം ഒക്കത്തില്ല. ആലപ്പുഴയിലെ ഒരു പിതാവ് തന്റെ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ ഞാൻ മാർക്കറ്റ് വരെ പോവാ, ഇവിടെ തന്നെ ഇരുന്നോന്ന് പറഞ്ഞ് ഒരു കസേരല്ലേ ഇരുത്തിയിട്ട് താൻ മാർക്കറ്റിൽ, നീ ഇവിടെ തന്നെ ഇരുന്നോ, എങ്ങും പോരുന്നു. ഉടനെ ഈ കുഞ്ഞ് അവിടെ തന്നെ ഇരിക്കുക. അപ്പൻ മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് വേറെയും ചില സ്ഥലങ്ങളിൽ കൂടെ പോയിട്ട് വന്നപ്പോൾ വൈകുന്നേരം 4 മണിയായപ്പോഴാണ്. അപ്പൊ ഈ കുഞ്ഞുണ്ടല്ലോ ആ കസേര തന്നെ പിടിച്ചു വെച്ചപോലെ അവിടെ വിങ്ങിപ്പൊട്ടിയിരിക്കുക. മകനോട് ചോദിച്ചു, മോനെ നീ എന്താ ഇങ്ങനെ വിങ്ങിപ്പൊട്ടിരിക്കുന്നത്? പപ്പ അല്ലേ എന്നോട് പറഞ്ഞത് ഇവിടെ തന്നെ ഇരുന്നോണം, നീ എങ്ങും പോരുത്, ഇവിടെ തന്നെ ഇരുന്നോണം. അതുകൊണ്ട് ഞാൻ അനുസരണമുള്ള കുട്ടിയാ, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുക. അങ്ങനെ ഒരു കുഞ്ഞിനോട് ആർക്കും ഇഷ്ടപ്പെടുമോ? ബാത്റൂമിൽ പോകേണ്ടി വരുന്ന സമയത്ത് അവിടെ പല കാര്യം സംഭവിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ പറഞ്ഞ് കണ്ടാൽ മതി, അതെനിക്ക് പറയാൻ പറ്റത്തില്ല. ഈ കുഞ്ഞ് ഇവിടെ ഇരുന്നോളെന്ന് പറഞ്ഞ സമയത്ത് അവിടെ തന്നെ അങ്ങ് ഇരിക്കുക. അങ്ങനെ അത് കുഞ്ഞിനോട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? അപ്പൻ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താ പറയുക? ഇവിടെ തന്നെ ഇരുന്നോളെന്ന് പറഞ്ഞാൽ അപ്പൻ ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥമുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം വിൽ പവറോടെയാ, ഭേദാഭേദങ്ങളെ തിരിച്ചറിയുന്ന എല്ലാവരാണ് സൃഷ്ടിച്ചത്. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ വൃക്ഷത്തിന്റെ ഫലം പറിച്ച് തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചു. അതിന് ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ ജീവനും മരണവും അവിടെ ദൈവം ക്രമീകരിച്ചിരിക്കുന്നു ആവർത്തന പുസ്തകത്തിൽ. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു നിന്ന് ആരോഗ്യം വെച്ച് നമ്മുടെ ഒരു ശിശു ജനിച്ചു കഴിഞ്ഞാൽ ആ ജനിക്കുന്ന പറഞ്ഞ കൊച്ചു വളർത്തും പറഞ്ഞ് മാംസമൊക്കെ ഇട്ട് വായിട്ട് കൊടുക്കും ഇല്ല. അതിന് പാലൊക്കെ കൊടുത്ത് അത് ആരോഗ്യം പ്രാപിച്ച് പുഷ്ടി പ്രാപിച്ച് കുറച്ച് പ്രായമായി കഴിയുമ്പോൾ ഈ കട്ടിയുള്ള ആഹാരമൊക്കെ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ആദാം ഹവ്വായി ഇപ്പോൾ ആത്മീയത്തിൽ ശിശുക്കളാണ്. അവര് ഈ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു നിന്ന് ആരോഗ്യം പ്രാപിച്ചു. നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം ഒരിക്കലും പറിച്ചു തിന്നരുതെന്ന് ദൈവം പ്ലാൻ ചെയ്തില്ല. അവർ ആരോഗ്യം പ്രാപിച്ചു കഴിയുമ്പോൾ ആണ് അത് അവർക്കുള്ള അവകാശമാണ്. എന്നാൽ ശിശുവായിരുന്നവർ പെട്ടെന്ന് അത് കയറി പറിച്ചു നിന്നു, ദഹനക്കേട് സംഭവിച്ചു, നഗ്നരായി, പാപം ചെയ്തു, ദൈവദേശം ഇല്ലാത്തവരായിട്ട്. ഇനി ഈ ജീവൻ ഇരുന്നുകൊണ്ട് കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചെന്നാൽ അവർ എന്നേക്കും ജീവിച്ചു. അതുകൊണ്ടാണ് ദൈവം ഇറക്കി വിട്ടത്. അവിടെ വായിക്കുന്നില്ലേ, അനന്തരം നാം ഇറങ്ങിച്ചെന്ന്
അതേ മനുഷ്യൻ നന്മതിന്മകളെ കുറിച്ച് അറിയാൻ തക്കോണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന നാമും നമ്മിലൊക്കെ ആരാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നാം ഇറങ്ങിച്ചെന്നു കേട്ടോ. അങ്ങനെ ഇറങ്ങി വന്നാണ്, തൃത്വമാണ്, ദൈവമാണ്. അവരെ ഇറക്കി വിടുന്നതിന് മുമ്പ് ഒരു യാഗം ഏദൻ പ്രതിഷ്ഠയിൽ നടത്തി, ഒരു മൃഗത്തെ കൊന്ന് അതിന്റെ തോലെടുത്ത് വസ്ത്രം ഉണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. അതുകൊണ്ടാണ് വെളിപ്പാട് വായിക്കുന്നത്, ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. അവിടെ നടന്ന യാഗമുണ്ടല്ലോ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിലെ മരണത്തെ ചൂണ്ടിക്കാണിക്കുന്നു. അവിടെ വെച്ച് തന്നെ അവർക്ക് വാഗ്ദത്തം കൊടുത്തു, സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ വരും, അവൻ സർപ്പത്തിന്റെ തലയെ തകർക്കും, എന്നിട്ട് നിങ്ങളെ വീണ്ടെടുക്കും, എന്നിട്ട് ഈ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നരുതെന്ന് ഒരിക്കലും ദൈവം തീരുമാനിച്ചില്ല. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസമുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. നമുക്ക് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്വർഗം ചെല്ലുമ്പോൾ ഈ ഫലം നമുക്ക് തരും. ജയിക്കുന്നവർക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ജയാളികളായി തീരണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഇവിടെ വായിക്കുന്നു, ഇരിക്കുന്നവന്, നമ്മുടെ കർത്താവ് ഇരിക്കുന്നവനായിരുന്നു. ഇരിക്കുന്നവൻ മാനവജാതി പാപം ചെയ്തു കഴിഞ്ഞപ്പോ അവരെ സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ വന്ന് സർപ്പത്തിന് തലയെ തകർക്കുമെന്ന് പറഞ്ഞില്ലേ? ആ ദൗത്യം നിറവേറ്റുവാൻ നമ്മുടെ കർത്താവ് കാൽവരി അത് സ്വർഗത്തിന്റെ മഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് കടന്നു വന്നു. താണലോകത്തിലേക്ക് കടന്നു വന്നു, തന്റെ ദൗത്യം നിറവേറ്റി. അടുത്ത പദത്തിലേക്ക് നമ്മൾ പോകുന്നത്, തന്റെ ദൗത്യം നിറവേറ്റി. വന്നതിന് രണ്ട് ഉദ്ദേശമായിരുന്നു. ഒന്ന്, മാനവജാതിയെ വിടുവിക്കുക. രണ്ട്, അവർ രക്ഷിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെ നിൽക്കണം, എങ്ങനെ നിൽക്കണം എന്നുള്ള മാതൃക കൂടെ കാണിച്ചു തന്നിട്ടാണ് കർത്താവ് കടന്നുപോയത്. അങ്ങനെ അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? ഇവിടെ വായിക്കുന്നത് ഇരിക്കുന്നവനും രണ്ടാമത് ഇരുന്നവനും. വായിക്കാം, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-20 വാക്യം വായിച്ച നമ്മളെ. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന് വലത്തുഭാഗത്ത് ഇരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടി പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. ആണോ? ഇപ്പൊ എങ്ങനെ വായിക്കുന്നത്? ഇരുന്നു. ഈ 3.5 വർഷക്കാലം കർത്താവ് തന്റെ ദൗത്യം നിറവേറ്റി സ്വർഗത്തിലേക്ക് കടന്നുപോയി. പിതാവിന്റെ വലത്തുഭാഗത്തായിരുന്നു. ഇപ്പം മടിയല്ല ഇരിക്കുന്നത്, പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. അന്നേരം അതിന്റെ തൊട്ടടുത്തിരിക്കുന്ന വാക്യം വായിച്ചത് നിങ്ങൾ കേട്ടോ? അവർ പുറപ്പെട്ടു. യേശു ഇരുന്നപ്പോൾ അവർ പുറപ്പെട്ടു. യേശു ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം യേശു ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. ഇപ്പോൾ അവർ പുറപ്പെട്ടു. എന്തുകൊണ്ട് പുറപ്പെട്ടു? യേശു ഇരുന്നത് കൊണ്ട് അവർ പുറപ്പെട്ടു. നിങ്ങൾ പുറപ്പെട്ട് ഭൂലോകത്തിൽ എങ്ങും പോയി സർവ്വസൃഷ്ടിയോട് സുവിശേഷം അറിയിക്കും. യേശു ചെയ്യേണ്ട പ്രവർത്തനം എല്ലാം ചെയ്തു. ഇപ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. ഇപ്പം നമ്മുടെ കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. ഞാൻ ചില വാക്കുകൾ വായിക്കാം. എബ്രായർ 1:3 വായിച്ച നമ്മളെ. എബ്രായർ 1:3. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. അതോ അവിടെ പോയി ചുമ്മാതിരിക്കല്ലായിരുന്നു കേട്ടോ. പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയതിനു ശേഷം വലത്തുഭാഗത്ത് വരുന്നു. വന്ന ഉദ്ദേശം സാധിച്ചിട്ട് ചിലരൊക്കെ പറയുവേ, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. കർത്താവ് ഇപ്പൊ പറഞ്ഞപ്പോൾ ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി. 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ മർക്കോസിന്റെ മാളിയിൽ വെച്ച് അവരോട് സംസാരിച്ചതാണ്. 17-ാം അധ്യായത്തിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് മർക്കോസിന്റെ മാളിയിൽ വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. 16-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗത്ത് ലോകത്ത് നിന്ന് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി. എനിക്ക് ആ വാക്യങ്ങളൊക്കെ വായിക്കുമ്പം വലിയ സന്തോഷമുണ്ട്. ഇതുവരെ 13, 14, 15, 16 4 അധ്യായങ്ങൾ തന്റെ ചുറ്റുമിരുന്ന ആൾക്കാരോട്, ശിഷ്യന്മാരോട് സംസാരിച്ചത്. എന്തെല്ലാം സംസാരിച്ചു, എന്തെല്ലാം അവരോട് പറഞ്ഞു? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരെന്ന് പറഞ്ഞു. എന്നിൽ വിശ്വസിപ്പീൻ, എന്റെ പിതാവിന് വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ അടുത്ത് അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ നിർത്തരുത്, പിന്നെയും വന്ന് ചേർത്തോളൂ. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇതെല്ലാം പറഞ്ഞു. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കും.
ഇന്ന് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ ചിലത് വർത്താനം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും, വീട്ടുകാരെ ഒന്നും നോക്കത്തില്ല. എനിക്ക് ഈ പ്ലാറ്റ്ഫോമുള്ള ആൾക്കാരെ കുറിച്ച്, സൗദിമാരെ കുറിച്ചൊക്കെ നല്ല ഒരു അഭിമാനമുണ്ട്. നിങ്ങൾ അങ്ങനെയല്ല, ചുറ്റുപാടുള്ളവരോട് വീട്ടുകാരുമൊക്കെ നോക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ചുറ്റുപാടുള്ളവരുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കണം, സഭക്കാരുമായിട്ട് ബന്ധമുണ്ട്, സ്വർഗമായിട്ട് ബന്ധം ഉണ്ടായിരിക്കും. സംസാരിച്ചുകൊണ്ട് തന്നെ ഇരുന്ന പോരാ. യേശു സംസാരിച്ചു, സ്വർഗത്തേക്ക് നോക്കി. ചിലർ സ്വർഗത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കും, ഭർത്താവിന് ചായ പോലും ഇട്ട് കൊടുക്കുക, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാകരുത്. നമ്മൾ സ്വർഗത്തോട് നോക്കുകയും ചെയ്യണം. അയ്യോ, ഞാൻ എത്ര പാമുകള് എന്നാണ് ഈ എന്റെ 56 വർഷമായി ഈ പാസ്സായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഞങ്ങളുടെ ശോശാമിയാണ് ഒരു ചായ പോലും ഇട്ട് തരത്തില്ല, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ബൈബിൾ വായിച്ചു. അത് ജോലിയാൻ കഴിയാത്ത എങ്ങനെ ഇരിക്കുന്നത്? അങ്ങനെ ആയിരിക്കില്ല കേട്ടോ. നിങ്ങള് വീട്ടുകാരെയോ നോക്കണം, സ്വർഗത്തേക്ക് നോക്കണം, സ്വർഗത്തേക്ക് നോക്കണം, വീട്ടുകാരെയും ചെയ്യണം. ഭർത്താക്കന്മാരും അങ്ങനെ ആയിരിക്കണം കേട്ടോ. ഇന്ന് പലരും ഈ ഭാര്യ, നാളെ എന്നോട് ഒരാൾ എന്ന് പറഞ്ഞു, സുവിശേഷവലിക്ക് വെളിയുള്ള ഒരു നേഴ്സിനെ വേണം. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്തിനാ? ഒരു പാസ്റ്ററാ, സുവിശേഷവലിക്ക് വെളിയുള്ള നേഴ്സ്. ഞാൻ പറഞ്ഞൊരു പാവപ്പെട്ട കൊച്ചിന് കെട്ടിയ പോരെ? അല്ല, എന്തിനാ? പുള്ളിക്ക് അങ്ങനെ ആ നില ചെലവ് ചെയ്യാനാ. എനിക്ക് ജോലി ചെയ്യാതിരിക്കുന്ന ആണുങ്ങളെ കാണുമ്പോൾ എനിക്ക് വലിയ പ്രയാസമുണ്ട്. ഈ ഇവിടെയൊക്കെ അമേരിക്കയിൽ വന്നിട്ട് ഭാര്യമാര്, ഞാൻ ഈ കല്യാണത്തിനൊക്കെ പ്രസംഗിക്കുന്നുണ്ടല്ലോ, ഇത് തകർത്തെടുത്ത് ഞാൻ പ്രസംഗിക്കും. അപ്പൊ ആൾക്കാർ ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെല്ലാം തലയും താഴ്ത്തി ഇങ്ങനെ ഇരിക്കും. ഇപ്പം ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വന്ന താല്പര്യം, നമ്മൾ അധ്വാനിക്കുന്നവരായിരിക്കും. കർത്താവായ യേശു സ്വർഗത്തേക്ക് നോക്കി, പിതാവേ നാഴിക വന്നിരിക്കുന്നു, ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല. ചില സഹോദരിമാർ പറയാറുണ്ട്, ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല, അങ്ങ് പോയാൽ മതി. വല്ലതും ചെയ്തിട്ടാണ് ഈ പോകുന്നത്. ചെയ്യേണ്ട കർത്തവ്യം വല്ലതും ചെയ്തിട്ടുണ്ടോ? എന്നോട് ചില അമ്മാമ്മമാർ പറഞ്ഞിട്ടുണ്ട്, ഇനി പാസ്റ്റർ ഞാൻ ഇരിക്കുന്നില്ല, ഞാനങ്ങ് പോകും. എന്നാലൊരു അമ്മച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ ആ വീട്ടിലെ കൊച്ചുമക്കൾക്ക് വലിയ ഇത് കേട്ട് അങ്ങ് മടുത്തു. എന്നെ അങ്ങ് എടുത്തോണേ, എപ്പോഴും ഇതാ പറയുന്നു. അപ്പൊ ഈ മക്കൾ രണ്ടുപേരുടെ നല്ല പിടുടുക്കൻ രണ്ടു കൊച്ചുമക്കളെ കേട്ടോ. ഒരാൾക്ക് 11 വയസ്സും ഒരാൾക്ക് 13 വയസ്സാണ്. അവര് പറഞ്ഞു, എടാ അമ്മച്ചിയെ ഒന്ന് പരീക്ഷിക്കണം. ഒരുത്തൻ കയറി തട്ടുപുറത്തിരുന്നു. ഈ 13 വയസ്സുള്ള വ്യക്തി അമ്മച്ചിയുടെ കട്ടലിന്റെ കീഴെ കയറി. അപ്പൊ അമ്മച്ചി കഞ്ഞിയെല്ലാം കുടിച്ചിട്ട് കിടക്കുമ്പോ എന്നെ അങ്ങ് എടുത്തോണേ. അവിടെ തട്ടുപുറത്തിരുന്ന ഇളയമാൻ പറഞ്ഞു, മകള് ഞാൻ നിന്നെ എടുക്കാൻ പോവുകയാണോ, നീ ഇനി പോരാൻ പറഞ്ഞു. ഉടനെ ഈ തട്ടിലിന്റെ താഴെ ഇരുന്ന വ്യക്തി ഉണ്ടല്ലോ, കട്ടിലോടെ എടുത്തൊക്കെ പൊക്കി പറയാ, എന്നെ എടുക്കല്ലേ. ഇതൊക്കെ പണ്ടേ ഈ ഞാനൊന്ന് ഊറിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ദൈവമക്കളെ, കർത്താവ് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരിക, ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല. യേശു ഇരിക്കുന്നു പറഞ്ഞത് എല്ലാം തീർത്ത് പണിയെല്ലാം ചെയ്തിട്ടാ പോകുന്നത്. നമ്മളും പൗലോസിനെ പോലെ ഞാൻ നല്ല പോർ വരുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ നിറവേറ്റണം. നമ്മുടെ കർത്താവ് ഇപ്പൊ ഇരിക്കുക പിതാവിന്റെ വലത്തുഭാഗത്ത്, പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയതിനു ശേഷം. 2-3 വാക്യങ്ങളുണ്ട്. 8-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ച് 8-ന്റെ 1. നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. മഹിമാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നവൻ കേട്ടോ. എല്ലാം തികച്ചതിന് ശേഷമാണ്. അപ്പൊ കർത്താവ് ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? പിതാവിന്റെ വലത്തുഭാഗത്താണ് ഇരിക്കുന്നത്. സമയം പോകുന്നു, പിതാവിന്റെ വലത്തുഭാഗത്താണ് ഇരിക്കുന്നത്. അടുത്ത വാക്യം എബ്രായർ 10:12. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. നോക്കണമേ, നമ്മുടെ കർത്താവ് ചെയ്യേണ്ട ശുശ്രൂഷ എല്ലാം ചെയ്തിട്ട് എന്നേക്കും പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുക. ഇരിക്കുന്നവനും ഇരുന്നവനും അവൻ ഇരുന്നു. എല്ലാം ചെയ്തു തീർത്തതിന് ശേഷം അവൻ ഇരുന്നു. നമ്മുടെ വീട്ടിൽ വേലക്കാരത്തി ഉണ്ടെങ്കിലേ അതെ, അവർക്കൊന്ന് ഉറങ്ങണം തോന്നിയാൽ നമ്മുടെ ആൾക്കാർ പറയും, നമ്മുടെ വീട്ടിലെ അമ്മമാർ പറയും, ആ കാടിവെള്ളം കൂടെ അങ്ങോട്ടൊന്ന് വാങ്ങിയിട്ട് നമ്മളെ വിശ്രമിക്കാൻ സമ്മതിക്കത്തില്ല, ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ കർമ്മയില്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു കൊച്ചിറങ്ങിപ്പോയപ്പോ വഴി വെച്ച് പോലീസുകാർ പിടിച്ച് അത് പിന്നെ ആ കുഞ്ഞിന് സംരക്ഷണം കൊടുത്തതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, പറയാൻ സമയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന താല്പര്യം, എന്നാൽ കർത്താവുണ്ടല്ലോ ഈ 3.5 വർഷക്കാലം ഒട്ടും വിശ്രമിക്കാതെ താൻ ചുരുങ്ങിയ കാലം കൊണ്ട് 3.5 വർഷം കൊണ്ട് തന്നെ ഏൽപ്പിച്ച ദൗത്യം താൻ നിറവേറ്റിയിട്ടാണ് പിതാവിന്റെ വലത്തുഭാഗത്ത് പോയിരിക്കുന്നത്. നമുക്ക് 50 വർഷമൊക്കെ തന്നിട്ട് അയ്യോ ഞാനൊന്നും
ചെയ്യാനുള്ളത് ചെയ്തില്ലേ? ഇപ്പോഴതാ പറയുന്നത്. എനിക്ക് പലതും ചെയ്യാനുണ്ടായിരുന്നു, ചെയ്തില്ലേ? കർത്താവിന് നോക്കെ ചുരുങ്ങിയ വർഷം കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് താൻ ദൈവം തന്നെ, പിതാവ് തന്നെ അയച്ച കാര്യങ്ങളെല്ലാം നിറവേറ്റി പാപങ്ങൾക്ക് പരിഹാരം മാറ്റിയതിനു ശേഷം ദൈവസിംഹാസനത്തിന്റെ വലത്തുവാതിരിക്കുന്നു. ഇനി 12 വാക്യം 12. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമായി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. എനിക്ക് ആ വാക്യമൊക്കെ വായിക്കുമ്പോൾ ദൈവമക്കളെ, എനിക്ക് ഇപ്പൊ 74 വയസ്സുണ്ട്. ഞാനിപ്പോഴും നൃത്തം ചെയ്ത് കർത്താവിനെ ആരാധിക്കുന്നവനാ. ഒറ്റയ്ക്ക് രാത്രിയിലൂടെ നടന്ന് ഞാൻ എൻ്റെ ഭവനത്തിൽ ഏകനായിട്ടാണ് താമസിക്കുന്നത്. എനിക്ക് 2 ആൺമക്കളുണ്ട്. അവരൊക്കെ നല്ല ഉയർന്ന നിലയിൽ ദൈവമായ കർത്താവ് അവരെ അനുഗ്രഹിച്ചു. അവരുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകാൻ തക്കണം നോക്കി ഞാൻ പോകത്തില്ല. കാരണം എനിക്ക് ഒരുപാട് മിനിസ്ട്രി ചെയ്യാനുണ്ട്. തീരെ കടപ്പാൻ, തീരെ നിവൃത്തിയിലായത് മുമ്പം അവർ കൊണ്ടുപോകും. അവര് എനിക്ക് വേണ്ടി വലിയ പ്രത്യേകിച്ച് കട്ടിലൊക്കെ വാങ്ങിച്ച് അവിടെ ഇട്ട് മുറിയൊക്കെ ശരിയാക്കി പലരും 2 പേരും കൊണ്ടുപോകാൻ നോക്കി, പോകത്തില്ല. കാരണം എൻ്റെ ഭവനത്തിൽ ഇരുന്നെങ്കിൽ എൻ്റെ ശുശ്രൂഷ നടക്കത്തുള്ളൂ. ഇവിടെ എന്നെ ആൾക്കാർ കാണാൻ വരും, പലരും കൗൺസിലിങ്ങിന് വേണ്ടി കടന്നു വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന താല്പര്യം, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആയുസ് എന്തുമാത്രം ഉണ്ടോ വിശ്രമമില്ലാതെ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ഞാൻ ഇപ്പോഴും ആവോളം എന്നെ കൊണ്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും നമ്മൾ ആരും മടിയന്മാരാകരുത്. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു നിഘണ്ടു എഴുതുകയാണെങ്കിൽ മടി എന്ന് പറഞ്ഞൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ, അലസത എന്ന് പറഞ്ഞൊരു കാര്യം എൻ്റെ ജീവിതത്തിലില്ല. എനിക്കിവിടെ വലിയ സഭയുടെ ചാർജ് വിടുന്ന സമയത്ത് എനിക്ക് വലിയ സെൻട്രൽ മീറ്റിംഗ് പല നിലകളിൽ കാണിച്ച് TV-ക്കാര്, ഹാർവസ്റ്റ് TV-ക്കാര് എല്ലാം വന്ന് എൻ്റെ സാക്ഷ്യം എടുത്തിട്ടുണ്ട്. ആസാദ് TV-ക്കാര് എൻ്റെ 3 മണിക്കൂറിന്റെ സാക്ഷ്യമൊക്കെ അവരെടുത്ത് ഇതിനകത്തിട്ടുണ്ട്. ഇപ്പം വേറൊരു TV-ക്കാരും വന്ന് എടുത്തു. അതിലല്ല, കാരണം ഇന്ന് എനിക്ക് മടി എന്ന് പറഞ്ഞ കാര്യം എൻ്റെ ജീവിതത്തിൽ ഇല്ല. ചുമ്മാ കിടന്നുറങ്ങുക. ചില പാസ്റ്റർമാർ റിട്ടയർമെന്റ് ആയെന്ന് പറഞ്ഞ വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കും. അയ്യോ, നമ്മുടെ സുവിശേഷ റിട്ടയർമെന്റ് ഇല്ല ദൈവമക്കളെ. നമ്മളാൽ ആവോളം ഞാൻ കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു അപ്പച്ചനെ കണ്ടിട്ടുണ്ട്. അപ്പച്ചൻ ചെയ്യുന്നത് ട്രാക്ട് ഉണ്ടല്ലോ, ട്രെയിനിന്റെ അകത്തൂടെ കൊടുത്തിങ്ങനെ നടക്കും. കർത്താവ് വരുന്നു. അത് ശുശ്രൂഷയല്ലേ? അവരൊന്നും മാനിക്കുന്നില്ല, അവരൊന്നും കാണുന്നില്ല. സ്വർഗം ചെല്ലുമ്പോൾ അവർക്കൊക്കെ ആയിരിക്കും ഏറ്റവും വലിയ പ്രതിഫലം. നമ്മുടെ കർത്താവ് തന്റെ മുമ്പിൽ വെച്ചിരുന്ന അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശ് സഹിക്കുകയും തന്റെ സന്തോഷവർത്ത് മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷവർത്ത് ക്രൂശിനെ സഹിക്കുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. എന്താ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം? ഈ മരണം കൊണ്ട് ഒരു മണവാട്ടി വരാൻ പോവുക. പ്രൈസലോ, തന്റെ കാന്ത ആ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷവർത്ത്, ആ കാന്തെ കാണുമ്പോഴുള്ള സന്തോഷവർത്ത് താൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. ഈ മരണം കൊണ്ട് നമ്മളെല്ലാരും ഈ പ്ലാറ്റ്ഫോമിൽ വന്നു. ഈ മരണം കൊണ്ട് അവന്റെ കാന്തയായി തീരാടിയായി. ഇനി കർത്താവ് വരുമ്പോൾ കറ ചുളുക്കം മാലിന്യം ഒന്നുമില്ലാത്ത സഭയെ ചേർക്കാനാണ് വരുന്നത്. ഇരിക്കുന്നവൻ ഈ ലോകത്തിൽ കർത്താവ് വരുന്നതിന് മുമ്പ് പിതാവിന്റെ മടിയിൽ പ്രമോദിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു ദൗത്യത്തിന് വേണ്ടി പറഞ്ഞു വിട്ടു. ഇപ്പോൾ ആ ദൗത്യം നിറവേറ്റി പിതാവിന്റെ വലത്തുഭാഗത്ത് താൻ മഹാപുരോഹിതനായി മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോസ്തലപ്രവൃത്തി 7:56 വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 7:56. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഇത് സ്തേഫാനോസ് കണ്ട കാര്യം. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവസിംഹാസനവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും ഞാൻ കാണുന്നു. എനിക്ക് സ്തേഫാനോസിനെ കുറിച്ച് 2 വാക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ അവിടെ 9:45 ഇന്ത്യൻ ടൈം ഒക്കെ വെച്ചിട്ടുണ്ട്. നോക്കണമേ, സ്തേഫാനോസ് ആദ്യമേ കുശലിപ്പണിയാണ് കിട്ടിയത്. മേശയ്ക്ക് സൂക്ഷിക്കാനാ കിട്ടിയത്. അവിടെ കാരണം ആ മേശ സൂക്ഷിച്ചത് ആരാന്നറിയാമോ? ഈ ചെമ്പൊക്കെ പിടിച്ചു പോക്കാൻ, നമ്മളാണെങ്കിൽ മേശ സൂക്ഷിക്കാണ്ട് ചെമ്പ് ഒക്കെ പിടിച്ചു പോക്കാൻ കഴിയുന്ന ആരോഗ്യമുള്ള തടിയന്മാരായ പാപ്പിയൊക്കെയാണ് വിളിക്കുന്നത്. ഇവിടെ വിളിച്ച ആരെന്നറിയാമോ? ജ്ഞാനമുള്ളവര്. സ്തേഫാനോസിന് ജ്ഞാനമുണ്ടായിരുന്നു, ആത്മാവുള്ളവര്, നല്ല സാക്ഷ്യമുള്ളവര്, വിശ്വാസമുള്ള 4 ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരുന്നു സ്തേഫാനോസ്. ജ്ഞാനമുണ്ട്, ആത്മാവുണ്ട്, അഭിഷേകം പ്രാപിച്ചവനാ, സാക്ഷ്യമുണ്ട്, വിശ്വാസമുണ്ട്. അങ്ങനെയുള്ള 7 പേരെ തെരഞ്ഞെടുത്തത്. അതിലൊന്നായിരുന്നു സ്തേഫാനോസ്. ന്യായാധിപ സംഘമൊക്കെ നോക്കുമ്പോൾ അവന്റെ മുഖം നോക്കിയപ്പോൾ തർക്കത്തോടൊന്നും അവർക്ക് ജയിപ്പാൻ ഒത്തില്ല. ഒരൊറ്റ പ്രസംഗം ചെയ്തുള്ളൂ. അവരത് കേട്ട് പല്ല് കടിച്ചു. അവൻ സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും
ദൈവ സിംഹാസനവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ക്രിസ്തു നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഒരു ഭക്തൻ മരിക്കാൻ തുടങ്ങിയപ്പോ അവന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ വലത്തുഭാഗത്ത് ഇരുന്ന കർത്താവ് ഇതാ എഴുന്നേൽപ്പിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കി, തന്റെ മക്കളെ സ്വീകരിക്കാൻ തക്കവണ്ണം ഒരാൾ മരിക്കുമ്പോഴേ നമ്മൾ വായിക്കുന്നില്ലേ, ധനവാൻ മരിച്ചു, അവൻ യാതനാ സ്ഥലത്തേക്ക് പോയി. ലാസർ മരിച്ചു, ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. നമ്മുടെ മരണ സമയത്ത് നമ്മെ സ്വീകരിക്കുന്ന, ഞാൻ പലരുടെയും മരണം കണ്ടിട്ടുണ്ട്. ഒരാൾ മരിച്ച സന്ദർഭത്തിൽ പറഞ്ഞു, ഒരു ലൂപ്പസ് എന്ന് പറഞ്ഞ അസുഖം പിടിച്ച് ആ സുന്ദരിയായ സഹോദരി മരിക്കാൻ നേരത്ത് എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ആ സഹോദരി പറഞ്ഞു, അയ്യോ ആണ്ട് അവിടുന്ന് ഒരു കസേര ഇറങ്ങി വരുന്നു, സ്വർഗത്തിൽ നിന്നൊരു കസേര ഇറങ്ങി വരുന്നു. ഭർത്താവ് പറഞ്ഞു, അച്ഛാ അവിടുന്ന് മാറിയിരിക്കേ, അവിടുന്ന് മാറേ. അവരെ മാറ്റി. അവരെ മാറ്റി കഴിഞ്ഞപ്പം ആ സഹോദരി വരിക, അയ്യോ അച്ഛാന്റെ തലയില് ആ കസേര വന്ന് സിംഹാസനം വന്ന് ഇടിക്കേണ്ടതായിരുന്നു. നടന്ന സംഭവം കേട്ടോ, ഇടിക്കേണ്ടതായിരുന്നു. ഏതായാലും മാറി നന്നായി, ഞാൻ പോവുകയെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തേക്ക് പോവുകയും ചെയ്തു. ദൈവത്തിന്റെ പൈതലേ, നിന്നെ എതിരേൽപ്പാൻ ദൈവത്തിന്റെ ദൂതന്മാർ വരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. സ്തെഫാനോസ് മരിക്കുന്ന സന്ദർഭം സ്വർഗത്തേക്ക് നോക്കിയവൻ കണ്ടതെന്താ? തനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് ജീവനെ കളഞ്ഞ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ കർത്താവ് ദൈവസിംഹാസനത്തിൽ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഇന്നും ഭക്തന്മാർ മരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് എഴുന്നേറ്റ് സ്വീകരിക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഭാഗ്യവാന്മാരാ. നമ്മുടെ കർത്താവിനെ കുറിച്ച് പഠിക്കുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും കേട്ടോ. വരുന്നവൻ ആ വാക്ക് വരുന്നവന്, ആ കർത്താവിന്റെ വരവിനെ കുറിച്ച് പിന്നെ പറഞ്ഞു. വരുന്നവൻ നമ്മൾ 1 Thessalonians 4:16-17 ബാക്കി വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിന് ഇറങ്ങി വരുമല്ലോ. നമ്മൾ വെളിപ്പാട് ദിവസം 4-ാം അധ്യായത്തിലെ കർത്താവിന്റെ വരവ്, അന്നേരം വരവിനെ കുറിച്ച് ദീർഘമായിട്ടൊരു പഠനം. അപ്പൊ വരുന്നവനും ഇനി അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള ഏത് ആത്മാക്കളുടെ പക്കൽ നിന്നും അവന്റെ സിംഹാസനം, ദൈവത്തിന്റെ സ്തോത്രം, അവന്റെ സിംഹാസനത്തിന്റെ മുമ്പിലുള്ള ഏത് ആത്മാക്കൾ, ആ സിംഹാസനത്തെ കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. ഏത് ആത്മാക്കൾ, 9-ാമതായി ഏത് ആത്മാക്കൾ എന്നുള്ളത് മാത്രം പറഞ്ഞിട്ട് ഞാൻ വിടാം. ആ യെശയ്യാ പ്രവചനം മോളെന്ന് വായിച്ച് 11-ാം അധ്യായം 1-2 വാക്യം. എന്താ ഏത് ആത്മാക്കൾ? എന്നാൽ ഇശായയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ആത്മാവ് എന്താണെന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട്. 7 കൂട്ടം കാര്യം. 1, യഹോവയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. 2, ജ്ഞാനത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് വിസ്ഡം. 3, വിവേകത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. 4, ആലോചനയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് കൗൺസിൽ. 5, ബലത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് മൈറ്റ്. 6, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് നോളജ്. 7, യഹോവ ഭക്തിയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ഫിയർ. ഞാൻ പറഞ്ഞ താല്പര്യം, 7 ആത്മാവെന്ന് പറയുന്നത് പറഞ്ഞ് 7 ആത്മാവുണ്ടെന്ന് വിചാരിക്കുന്നു. ആത്മാവിന്റെ 7 നിലയിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച്. അങ്ങനെ 7 നിലകളുള്ള പ്രവർത്തനങ്ങളെ കാണിക്കാൻ കാരണം 7 സഭകളുള്ളതുകൊണ്ട് 7 നിലകളുള്ള പ്രവർത്തനമാണ് ഈ സഭകളിൽ നടക്കുന്നത്. ആത്മാവ് ഒന്നേ ഉള്ളൂ എന്നതാണ്, സഭയും ഒന്നേ ഉള്ളൂ. ഇവിടെ 7 സഭയെ കാണിക്കുന്നെങ്കിലും സഭ ഒന്നേ ഉള്ളൂ. ഇപ്പൊ ഒരുപാട് ലോക്കൽ സഭകളുണ്ട്. കർത്താവിന് സഭ ഒന്നേ ഉള്ളൂ. അതുപോലെ ആത്മാവ് ഒന്നേ ഉള്ളൂ. എന്നാൽ ആത്മാവുണ്ടല്ലോ, ജ്ഞാനത്തിന്റെ ആത്മാവാണ്, വിവേകത്തിന്റെ ആത്മാവാണ്, ആലോചനയുടെ ആത്മാവാണ്, ബലത്തിന്റെ ആത്മാവാണ്, പരിജ്ഞാനത്തിന്റെ ആത്മാവാണ്, യഹോവ ഭക്തിയുടെ ആത്മാവാണ്. അടുത്ത ആഴ്ച 11-ാം അധ്യായം യെശയ്യാ 11-1-2 വാക്യങ്ങൾ നിങ്ങൾ കാണാതെ പഠിക്കും. അല്ലാതെ 7 ആത്മാക്കൾ എന്ന് പറഞ്ഞ ഉടനെ ആത്മാവ് 7 ഉണ്ടോ എന്ന് ചിന്തിക്കും. അല്ല, ആത്മാവ് ഒന്നേ ഉള്ളൂ, സഭ ഒന്നേ ഉള്ളൂ. കർത്താവിന് ഒരു ശരീരമേ ഉള്ളൂ, സഭയാം ശരീരം, ഒരു ശരീരം. നമ്മൾ ആ ശരീരത്തിന്റെ അംശങ്ങളാകിയാൽ, ഭാഗമാകിയാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഈ പദങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇരിക്കുന്നവൻ, ഇരുന്നവനും വരുന്നവൻ, ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പുള്ള 7 ആത്മാക്കൾ. ആ സിംഹാസനത്തെ കുറിച്ചുകൂടെ അടുത്ത ആഴ്ച ഞാൻ പറയും. ദൈവം ഈ പദങ്ങൾ അനുഗ്രഹിക്കട്ടെ.